ശ്രീ CK ഹരീന്ദ്രൻ. സാർ, കേരളത്തിൽ ജീവിതശൈലി രോഗം വർദ്ധിച്ചു വരുന്ന പശ്ചാത്തലത്തിൽ രോഗ നിയന്ത്രണത്തിനും ബോധവൽക്കരണത്തിനുമായി എന്തൊക്കെ നടപടികൾ സ്വീകരിച്ചുവെന്നും അർബുദ രോഗം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ അർബുദ രോഗനിയന്ത്രണത്തിനും പ്രതിരോധത്തിനുമായി സ്വീകരിച്ച നടപടികൾ ഇതിനായി പ്രത്യേക പദ്ധതി ആവിഷ്കരിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? അതോടൊപ്പം ആർദ്രം മിഷന്റെ രണ്ടാം ഘട്ടത്തിൽ എന്തെല്ലാം പ്രവർത്തനങ്ങളാണ് വിഭാവന ചെയ്യുന്നതെന്നും വിശദമാക്കാമോ? CHCകളുടെ നവീകരണവും സ്റ്റാഫ് പാറ്റേൺ പുതുക്കലും ഈ ഘട്ടത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് വ്യക്തമാക്കാം. സർ, ബഹുമാനപ്പെട്ട അംഗം ചോദിച്ച ചോദ്യത്തിൻ്റെ കുറച്ച് ഉത്തരങ്ങൾ ഈ ഫ്ലോറിൽ ടേബിൾ ചെയ്ത C പാർട്ടിൽ, ഉത്തരത്തിൻ്റെ C പാർട്ടിൽ 153-ാം ചോദ്യത്തിൻ്റെ C പാർട്ടിലുണ്ട്. ആ കാര്യം ഞാൻ പറയുന്നില്ല. ശൈലി ആപ്പ് രൂപീകരിച്ചുകൊണ്ട് 30 വയസ്സിന് മുകളിൽ നമ്മുടെ ടാർഗറ്റ് പോപ്പുലേഷൻ 1,70,00,000 ആളുകളാണ്. ആ 1,70,00,000 ആളുകളെ വാർഷിക ആരോഗ്യ പരിശോധനയ്ക്ക് വിധേയമാക്കുക എന്നുള്ളതാണ് സർക്കാർ തീരുമാനമെടുത്തിട്ടുള്ളത്. അത് നവകേരള കർമ്മ പദ്ധതി 2ന്റെ ഭാഗമായി ആർദ്രം മിഷനിലൂടെ നമ്മൾ നേരത്തെ പറഞ്ഞ കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ, അതായത് ആരോഗ്യ കേന്ദ്രങ്ങളുടെയും ആശുപത്രികളുടെയും അടിസ്ഥാന സൗകര്യം ഉയർത്തുന്നതും മെച്ചപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്കൊപ്പം തന്നെ ഈ ആർദ്രം മിഷൻ ആർദ്രം 2ൽ നവകേരള കർമ്മ പദ്ധതി 2ന്റെ ഭാഗമായി ആർദ്രം മിഷനിലൂടെ നമ്മൾ ആവിഷ്കരിക്കുന്ന ലക്ഷ്യം വെച്ചിട്ടുള്ളത് സാർ, രോഗനിർമ്മാർജ്ജനം, രോഗപ്രതിരോധം, ജീവിതശൈലി രോഗങ്ങളുടെ പ്രതിരോധം, ക്യാൻസർ രോഗ നിയന്ത്രണം, ഇതൊക്കെയാണ് സാർ. ഇവിടെ ഇതിൻ്റെ ഭാഗമായി ആദ്യ വർഷം വാർഷിക ആരോഗ്യ പരിശോധന നടത്തി. ഇന്നലെ വരെയുള്ള കണക്ക് 1,53,00,000 ആളുകളെ നമ്മൾ പരിശോധനയ്ക്ക് വിധേയം ആക്കിയപ്പോൾ രക്താതിസമ്മർദ്ദമുള്ള ഏതാണ്ട് 30% ആളുകളെ പുതുതായിട്ട് കണ്ടെത്തുന്നതിന് സാധിച്ചു സാർ. 7,08,965 ആളുകൾക്കാണ് പുതുതായിട്ട് ഹൈപ്പർ ടെൻഷൻ, രക്താതിസമ്മർദ്ദം ഉള്ളതായി കണ്ടെത്തിയിട്ടുള്ളത്. അതുപോലെ 61,647 ആളുകൾക്ക്, അതായത് 2.6% ആളുകൾക്ക് പുതുതായിട്ട് പ്രമേഹവും കണ്ടെത്തിയിട്ടുണ്ട്. സർ, രണ്ടാം ഘട്ടത്തിലുള്ള ഈ വാർഷിക ആരോഗ്യ പരിശോധന ഇപ്പോൾ ആരംഭിക്കുകയാണ്. കൂടുതൽ രോഗങ്ങൾ ഇതിൻ്റെ ഭാഗമായി സ്ക്രീൻ ചെയ്യുന്നതിനുള്ള രണ്ടാം ഘട്ട സർവേയുടെ ഭാഗമായി ചോദ്യാവലിയിൽ കുഷ്ഠരോഗം, മാനസിക രോഗം, കാഴ്ച കേൾവി പ്രശ്നങ്ങൾ, വയോജനങ്ങളിലെ ആരോഗ്യ പ്രശ്നങ്ങൾ മുതലായവ കണ്ടെത്തുന്നതിനുള്ള ചോദ്യങ്ങൾ ഉൾപ്പെടുത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. ഫെബ്രുവരി മാസം 15-ാം തീയതിയോടുകൂടിയാണ് സർ രണ്ടാം ഘട്ട സർവേ ആരംഭിക്കുന്നത്. സർ, അതോടൊപ്പം തന്നെ ക്യാൻസർ രോഗവുമായി ബന്ധപ്പെട്ട് 25 ആശുപത്രികളിൽ, RCCയും MCCയും CCCയും മെഡിക്കൽ കോളേജുകളും അല്ലാതെ 25 ആശുപത്രികളിൽ ക്യാൻസർ രോഗ ചികിത്സ, കീമോതെറാപ്പി നമ്മൾ വികേന്ദ്രീകരിച്ച് 1.5 ലക്ഷത്തോളം ആളുകൾ അവിടെ OP-ക്കായി എത്തുന്നുണ്ട്, കീമോ എടുക്കുന്നതിന് വേണ്ടി എത്തുന്നുണ്ട്. അതുകൂടാതെ ക്യാൻസർ ഗ്രിഡുകൾ രൂപീകരിച്ചു. ക്യാൻസർ സ്യൂട്ടുകൾ, അതായത് ഈ ശൈലി ആപ്പിലൂടെ സ്ക്രീൻ ചെയ്യുന്ന ആളുകൾ ആരോഗ്യ കേന്ദ്രങ്ങളിൽ പരിശോധനയ്ക്ക് എത്തുന്നുണ്ട് എന്നുള്ളത് ഉറപ്പാക്കിക്കൊണ്ട് അവരെ തുടർ ഫോളോ അപ്പ് നടത്തുന്നതിനുള്ള ക്യാൻസർ സ്യൂട്ടുകൾ കൂടി സർ രൂപീകരിച്ചിട്ടുണ്ട്.